ഒന്നും പറയണ്ട എന്റെ പൊന്നില്ലുമിനാറ്റി അണ്ണാ. അങ്ങനെ നമ്മുടെ ദൃശ്യം 3 അനൗൺസ് ചെയ്തല്ലേ ഫൈനലി. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഓ, ദൃശ്യം 3യെ പറ്റി എന്നാ പറയാനാണ് ഇറക്ക. ഞാൻ കഴിഞ്ഞ ആഴ്ച ചിത്തുവിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തുവായടേ ദൃശ്യം 3 എന്ന് ചോദിച്ചു. പുള്ളി അറിഞ്ഞു എനിക്ക് ക്ലൈമാക്സ് കിട്ടിയതേ ഉള്ളേ, വേറെ ത്രെഡൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാനൊരു ഐറ്റം അങ്ങോട്ട് പിടച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാൻ ആന്റണി എന്ന് വിളിക്കട്ടെന്ന് പറഞ്ഞു. ആന്റണി വിളിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. ആന്റണിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ, ആന്റണിക്ക് കഥ ഇഷ്ടപ്പെട്ടു, ലാലേട്ടന് കഥ ഇഷ്ടപ്പെട്ടു. അപ്പോഴെന്നെ സംഗതി സെറ്റായി, ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റും. പിന്നെ സ്ക്രിപ്റ്റിന്റെ പുറകിൽ ഞാനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. നിങ്ങൾ ആരുടെ പറയത്തൊന്നുമില്ല, ഞാനായിട്ട് ആരുടെ പറയത്തില്ലെന്ന് പറഞ്ഞു. എന്റെ സ്ക്രിപ്റ്റൊക്കെ പുള്ളിയുടെ പേരിൽ തന്നെ ഇറങ്ങുന്ന. ത്രെഡും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നല്ല കിടിലനൊരു സർപ്രൈസ് ആണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ജോർജ് കുട്ടി ഇതിനകത്ത് കുടുങ്ങത്തെയൊന്നുമില്ല. ജോർജ് കുട്ടി അവസാനം കിടുക്കാച്ചൊരു പണി അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കഥ എന്ന് പറയുന്നത് ഞാൻ ഒരു ക്ലൂ തരാം. നോർമലി ദൃശ്യം 2 കണക്ക് ഒരു നോർമലി തുടക്കത്തിൽ ഇങ്ങനെ കുറച്ച് ഒരു ചെറിയ രീതിക്ക് പോയിട്ട് പിന്നെ ഇന്റർവെല്ലിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു കിടിലൊരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്റർവെല്ലിന് ഒരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പടം അങ്ങോട്ട് ഒരു വേറൊരു ജോണറിലാണ് പോകുന്നത്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവര് ഡിസ്കസ് ഒക്കെ തുടങ്ങി. ഇപ്പം ഒരു മുരളി ഗോപിക്ക് പകരം വേറൊരു ക്യാരക്ടറും കൂടെ വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ വേറൊരു സർപ്രൈസ് ആയിട്ടൊരു കാര്യം കൂടെ അതിനകത്തുണ്ട്, ഒരു ഗസ്റ്റ് റോൾ ഉണ്ട് ഒരു പുള്ളിയുടെ. എല്ലാം കൊണ്ടും ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഇറക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. പിന്നെ ആന്റണി അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഡബിങ്ങും കാര്യങ്ങളൊന്നും മറ്റേ ഈ അജയ് ദേവ്ഗണ്ണും പിന്നെ തെലുങ്കിലൊരു നാറി ഉണ്ടല്ലേ, ആ നാറിക്കൊന്നും കൊടുക്കരുത്. ഇത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ സിനിമ ഇറക്കണമെന്ന് പ്രത്യേകം ആന്റണിയോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ വഴി അറിയിപ്പിക്കാം. അണ്ണൻ പറഞ്ഞത് തള്ളാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. പക്ഷെ ഇത് റിയൽ ആണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ. വടക്കൻ കേരളത്തിലെ പ്രമുഖ സിനിമ നടന്റെ ആരാധകരുടെ മാനസിക നില തെറ്റുന്നു എന്ന പഠനം കാലിക്കറ്റ് സർവകലാശാല നടത്തിയ ഒരു പഠനത്തിലാണ് ഇത് വ്യക്തമായത്. മോഹൻലാൽ സിനിമകളുടെ അടുപ്പിച്ചുള്ള വിജയവും പിന്നെ ഈയിടെ റിലീസായ ദൃശ്യം 3 എന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് ആയതാണ് പ്രമുഖ ആരാധകർക്ക് സമനില തെറ്റാനുള്ള പ്രധാന കാരണം.